മനസ്സിലാക്കാൻ കഴിയും. നിരവധി ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഈ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം അല്ലെങ്കിൽ ഒരു ആൾനാശം സംഭവിച്ചിട്ടുണ്ടെന്നാണോ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, ദൃശ്യങ്ങൾ കണ്ടിട്ട് വലിയ അപകടം ആണ് നടന്നിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പറന്നു ഉടനെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ദൃശ്യങ്ങൾ പ്രകാരം വലിയ തോതിൽ തീ ആളിക്കത്തുന്നുണ്ട്. മാത്രവുമല്ല, വിമാനത്താവള അധികൃതർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ടേക്ക് ഓഫ് നടന്ന ഉടൻ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് മേഘാനി എന്ന് പറയുന്ന അഹമ്മദാബാദ് വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ അപകടം നടന്നത്. അവിടെയാണ് വെച്ചാണ് ഇത് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിമാനത്താവള അധികൃതർ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടുമില്ല. ദൃശ്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്ക് ശേഷം ആണ് ഈ അപകടം നടന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് 242 യാത്രക്കാരുമായി വിമാനം ലണ്ടനിലേക്ക് പറന്നു ഉയർന്നതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അപകടം സംഭവിച്ചു, തീ പിടിച്ചു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് എഞ്ചിൻ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു വിവരങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും. കാരണം 242 ആളുകൾ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി രക്ഷപ്പെടുത്തുക, അവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ തന്നെ ഉറപ്പാക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആംബുലൻസുകൾ, നിരവധി ആംബുലൻസുകൾ അങ്ങോട്ട് എത്തുന്നത് ആ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ അവിടെ ഉണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമായ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഏതായാലും നിലവിൽ അധികൃതർ അറിയിക്കുന്ന വിവരമനുസരിച്ച് 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. തീർച്ചയായും രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാജ്യം കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു വിമാന അപകടം, ഒരു ദുരന്തമായ ഒരു പക്ഷേ ഇത് മാറാം. 1978 സമാനമായ രീതിയിൽ മുംബൈയിലും അതുപോലെ 2010 മംഗലാപുരത്തും ഉണ്ടായ വിമാന അപകടത്തിൽ നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നു. രാകേഷ്, ഇവിടെ എന്തായാലും ഈ അപകടത്തിന് ഏത് രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊരു വ്യക്തമായ വിവരമില്ല. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ പരിക്ക് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ? ടോം, ഇല്ല ടോം. കാരണം അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അധികൃതർ. കാരണം രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. കാരണം പരമാവധി ആളുകളെ ചികിത്സ ഉറപ്പാക്കുക, അവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തുക, അതിനാണ് ഇപ്പോൾ പ്രാഥമിക പരിഗണന എന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതരും ഒപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളിലേക്ക് ആർക്കൊക്കെ പരിക്ക്, എത്ര പേരും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും തന്നെ അധികൃതർ കടന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടാകുന്നു. ആ വിമാനത്തിൽ തീ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതൊരു വലിയ അപകടമാണ്. ഒരുപക്ഷെ കാഷ്വാലിറ്റി ഒക്കെ തന്നെ കൂടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ, അത്തരം വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അധികൃതർ ഏതായാലും വിശദീകരിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, അവർക്ക് ചികിത്സ ഉറപ്പാക്കുക, അത്തരം രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും തീ ആളിക്കത്തുന്നുണ്ട് ഈ പ്രദേശത്ത്. അത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ പരമാവധി ആളുകളെ സുരക്ഷിതമായി അല്ലെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ, ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കൂടുതൽ ആംബുലൻസുകളൊപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മറ്റു മേഖലകളിൽ നിന്ന്, അഹമ്മദാബാദ് നഗരത്തിന് പുറത്താണ് ഈ വിമാനത്താവളമുള്ളത്. അവിടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ പ്രദേശത്തേക്ക് കൂടുതലായി എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് തൊട്ട് സമീപത്താണ് ഈ രീതിയിലുള്ളൊരു അപകടം ഉണ്ടായതെന്നാണ്. അവിടെ ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു പ്രദേശങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ടോ? വിമാനത്താവളത്തിൽ നിന്നും സമീപത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെ? ടോം, അത്തരം സാഹചര്യമുണ്ട്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ജനവാസ മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്തരം സാഹചര്യമൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ എന്ന് തന്നെ പറയാം. കാരണം ഈ അപകടം നടക്കുന്നത് ഏതാണ്ട്
1 മണി 1:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. സ്വാഭാവികമായും റെസിഡൻഷ്യൽ മേഖലയിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വീടുകൾ ഉണ്ടാകാം, ഫ്ളാറ്റുകൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിലെ അത്തരം നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ തന്നെ പ്രതികരണങ്ങളിലേക്കോ ഒക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. ഏതായാലും റെസിഡൻഷ്യൽ മേഖലയിൽ പ്രത്യേകിച്ച് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ചേർന്നുള്ള മേഘാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളതെന്നാണ്, അവിടെയാണ് ഈ വിമാനം അപകടത്തിൽ പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സ്വാഭാവികമായും ജനവാസ മേഖലയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പ്രദേശവാസികളൊക്കെ തന്നെ ഫയർഫോഴ്സ് അധികൃതരും ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് 242 യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള, പരിക്കേറ്റുണ്ടോ, ആരെങ്കിലും തന്നെ മറ്റേതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒന്നും തന്നെ ഇതുവരെ അധികൃതർ കടന്നിട്ടില്ല. ഏതായാലും വലിയ അപകടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല. വലിയ ദുരന്തമാണ് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 242 പേർ ഈ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. 12 ക്രൂ അംഗങ്ങൾ വിമാനത്തിലുണ്ടായിരുന്നു. 220-ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാകേഷ്, 12 ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു ഈ വിമാനത്തിൽ, അപകടം സംഭവിച്ച വിമാനത്തിലുണ്ടായിരുന്നത്. എന്താ എൻജിൻ തകരാറാണ് അപകടത്തിന് കാരണമെന്ന പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എവിടെയാണ് ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ടോ? എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ടോ? ടോം, ഏതായാലും ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ബോയിങ് 787 വിമാനം ആണ് തകർന്നു വീണതെന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും തന്നെ വന്നിട്ടില്ല. ഏതായാലും എഞ്ചിൻ തകരാറാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോഴും തീ അല്ലെങ്കിൽ പുക ആളിക്കത്തുന്നത്, ഈ പ്രദേശത്ത് പുക ആളിക്കത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. അങ്ങനെ ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 12 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും അത് പോരാ, ഇനിയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് നഗരത്തിന്റെ പല മേഖലകളിൽ നിന്നും അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൂടുതൽ പോലീസ് സംഘവും നിലയുറപ്പിച്ചിട്ടുണ്ട്, നാട്ടുകാരുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് വിവരം ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ അപകടത്തിൽ ആർക്കൊക്കെ പരിക്കുപറ്റി അല്ലെങ്കിൽ മരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വിവരങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് അതൊരു വലിയൊരു അപകടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ആശങ്കാജനകമായിട്ടുള്ള കാര്യം. രാകേഷ്, ഇവിടെ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 242 പേരാണ്. അതിൽ 12 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഈ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കുറച്ചുപേരെ പരിക്ക് പറ്റിയ കുറച്ചുപേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. ഇത് വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണോ അതോ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ആളുകൾക്കാണോ, ഈ പരിക്കേറ്റവരെയാണോ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സ്വാഭാവികമായും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വിമാനം തകർന്നു വീഴുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജനവാസ മേഖലയിൽ ഈ വിമാനം തകർന്നു വീഴുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും അത്തരത്തിൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. അത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് മരത്തിൽ വിമാനത്തിന്റെ പിൻഭാഗം തട്ടി എന്നടക്കമുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇതാണ്: മരത്തിൽ വിമാനത്തിന്റെ പിൻഭാഗം തട്ടി എന്നടക്കമുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗികമായി വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായി വരികയും ചെയ്യുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സഹായം നൽകാൻ അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാനുള്ള നിർദ്ദേശം
നിർദ്ദേശം ഇപ്പോൾ ഏതായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ നടന്നിട്ടുണ്ട്. കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്ത് രാജ്യത്തുണ്ടായേക്കാവുന്ന ഒരു വലിയ അപകടം